നമ്മുടെയൊക്കെ സ്വകാര്യതയെ ഒരാൾ ചൂഷണം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? നമ്മുടെയൊക്കെ സ്വകാര്യത മറ്റൊരാൾ ചൂഷണം ചെയ്യുമ്പോൾ നമ്മളെ അത് മാനസികമായി തളർത്താറുണ്ട്. അത്തരമൊരു വിഷയത്തെ കേന്ദ്രീകരിച്ച് ഷാഹി കബീർ 2022 പുറത്തിറക്കിയ ഒരു ക്രൈം ത്രില്ലർ മൂവിയുണ്ട്, ഇലവീഴ പൂഞ്ചിറ. സൗബിൻ ഷാഹിർ, സുധി കോപ്പ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയായിരുന്നു ഈ സിനിമ ചെയ്തത്. ഒരു ടൂറിസ്റ്റ് മേഖലയായിട്ടുള്ള ഇലവീഴ പൂഞ്ചിറയിൽ നടക്കുന്ന 2 പോലീസുകാരുടെ കഥയാണ് ഈ സിനിമ. കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടിയോളം ഉയരമുള്ള ഒരു സ്ഥലമാണ് ഈ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ജോലി ചെയ്യുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് സുധിയും മധുവും. അവിടുത്തെ ഒരു വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥരാണ് ഇവർ രണ്ടുപേരും. അപ്പം അവരുടെ ഒപ്പം ജോലി ചെയ്യുന്ന വേറെ ആളുകളുണ്ട്. അപ്പോൾ വന്നും പോയും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ വെങ്കിടി എന്ന് പറയുന്നൊരു മറ്റൊരു കഥാപാത്രം കൂടെ ഉണ്ട് ഇതിൽ. അപ്പോൾ അയാൾ ഒരു വെജിറ്റേറിയൻ ആയത് കാരണം അവിടെ നോൺ വെജ് ഒന്നും ആരെയും കഴിപ്പിക്കാൻ അയാൾ സമ്മതിക്കില്ല. അപ്പോൾ അയാളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അയാൾ വേറെ പ്ലേറ്റിലൊക്കെയാണ് കഴിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രത്യേകതയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അയാൾ അവിടുന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് കടന്നു വരുന്ന സുധി എന്ന് പറയുന്ന പോലീസുകാരൻ. അപ്പം ഈ സുധിയും മധുവുമാണ് എപ്പോഴും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം എപ്പോഴും ഇടിമിന്നലിന് സാധ്യതയുള്ള, എപ്പോഴും മഴയ്ക്ക് സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു സിഗ്നൽ സ്ട്രെങ്ത് നോക്കുക, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. അപ്പം 2 പേര് ഒറ്റയ്ക്ക് കഴിയുകയാണ്. അപ്പോൾ 2 കഥാപാത്രങ്ങൾ, അവരുടെ 2 പേരുടെയും സ്വഭാവം വ്യത്യസ്തമാണ്. ഇതെല്ലാം സിനിമയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സിനിമയിലെ മറ്റൊരു പ്രത്യേകത അത് തന്നെയാണ്, നായകനും പ്രതിനായകനും ഒരേ വീട്ടിലാണ് കഴിയുന്നത്. അപ്പോൾ മിന്നലിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇവർ താമസിക്കുന്ന ഒരു ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു ക്യാബിനിലൊക്കെയാണ് ഇവർ താമസിക്കുന്നതൊക്കെ. ഈ സിനിമയിൽ മധു എന്ന കഥാപാത്രം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അയാൾക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാത്തൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യയെ ഒരിക്കലും അയാൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാനസികമായ പ്രശ്നങ്ങളൊക്കെ അയാൾ നേരിടുന്നുണ്ട്. വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അവർക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം തന്നെ ഡോക്ടേഴ്സ് എല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരാളോടൊരു ഇഷ്ടം തോന്നുന്നു. ആ വ്യക്തി തന്നോടൊപ്പം ജോലി ചെയ്യുന്ന സുധിയാണ്. അപ്പോൾ ഈ സുധി എന്ന് പറയുന്ന കഥാപാത്രം ഒരു മ്ലേച്ഛനാണ്. അയാളുടെ ക്യാരക്ടറൊക്കെ നമുക്ക് ആ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അയാൾ. അങ്ങനെ ഇവർ തമ്മിലുള്ളൊരു അവിഹിത ബന്ധം, അതിൽ നിന്നും ഈ മധുവിൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആകുന്നു. അപ്പോൾ ഇയാൾ ഒരു ദിവസം വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഭാര്യ സൂയിസൈഡ് ചെയ്തിരിക്കുന്നതാണ് അതിൽ കാണുന്നത്. അത് കണ്ട് വളരെ ദുഃഖിതനാകുന്നു. സൂയിസൈഡ് നോട്ടെടുത്ത് വായിച്ചു നോക്കുമ്പോഴേക്കും ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഞാൻ പ്രഗ്നൻ്റ് ആണ്. 4 മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ അവർ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ആത്മഹത്യ ചെയ്ത ആ ഒരു സ്ത്രീയുടെ ജഡം മധു വലിച്ചുകൊണ്ട് പോയി അത് മുറിച്ച് അതിലെ ആ ഒരു ഭ്രൂണത്തെ പുറത്തെടുത്ത് അത് മുറിച്ചെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നു. ഈ ഒരു ഭ്രൂണവുമായിട്ട് അയാൾ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുന്ന ആ ഒരു സന്ദർഭത്തിൽ ഇയാൾ ബോഡി പാർട്സ് എല്ലാം പലയിടത്തായിട്ട് ഉപേക്ഷിക്കുകയാണ്. ഈ ഉപേക്ഷിക്കുന്നതിൽ ഒരു ബോഡി പാർട്ടായിട്ടുള്ള ഒരു കൈയുടെ പത്തി കൊണ്ട് താൻ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടിടുന്നുണ്ട്. അപ്പം അതിനകത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു റെഫറൻസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒരു പട്ടിയും പട്ടിക്കുഞ്ഞുങ്ങളും ഉണ്ട്. അതിൽ ആ ഒരു പട്ടിയെ കൊന്നിട്ട് അയാൾ തന്നെയാണ് കൊന്നത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ കൊന്നിട്ട് ആ ഒരു കുഴിയിലേക്ക് ഇടുന്നു. ആ കുഴിയിൽ തന്നെയാണ് ഈ കൈപ്പത്തിയും കൊണ്ടിടുന്നത്. അപ്പം അവിടെ തന്നെ ഈ ഒരു സ്ത്രീയെ മിസ്സിങ് കേസ് ഉള്ള ഒരു അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു, ഒരു സ്ത്രീയുടെ ശരീരഭാഗം കിട്ടി എന്നൊക്കെ ഉള്ള ഒരു കേസ് അന്വേഷണമൊക്കെ നടക്കുന്നു. അപ്പോൾ ഇവിടെ കൈപ്പത്തി കിടക്കുന്നത് സുധി കണ്ടു. സുധി കണ്ട് ആകെ വിറങ്ങലിച്ച് നിൽക്കുകയൊക്കെയാണ്. അപ്പം എന്തായാലും സുധിയെ കൊല്ലും എന്നുള്ള കാര്യമൊക്കെ ഉള്ള ഒരു പേടിയും ആ ഒരു ഭീതിയും ഒക്കെ അവിടെ അങ്ങനെ ഒരു സംഘർഷമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ പോകുന്നു. ഈ കാര്യം സുധിയോട് പറയുകയാണ്. കൊന്ന പാപം തിന്നാൽ തീരും എന്ന് പറഞ്ഞുകൊണ്ട് സൗബിൻ തന്നെ ആ ഒരു ഭ്രൂണത്തെയാണ് അത്രയും നാൾ അയാൾക്ക് വെച്ച് വേവിച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിച്ച സുധി ഛർദ്ദിക്കുന്നു.
താൻ ഇത്രയും കാലം കഴിച്ചത് താൻ ഉണ്ടാക്കിയ ആ ഒരു ഭ്രൂണത്തെ തന്നെയാണ് എന്നുള്ള ഒരു ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ മറ്റൊരു മനുഷ്യൻ്റെ മറ്റൊരു മൃഗീയതയിലേക്ക് പോകുന്ന ഒരു രീതി ഈ ഒരു സിനിമയ്ക്കുണ്ട്. വളരെ പ്രതികാരമുള്ള ഒരു കഥാപാത്രമായി മാറുകയാണ് മധു. അങ്ങനെ മധു അവിടെ ഇടിമിന്നലേൽക്കുന്ന സ്ഥലമാണെന്ന് മുൻപേ പറഞ്ഞല്ലോ. മധു അവിടെ കൊണ്ട് ഈ സുധിയെ കൊണ്ട് കെട്ടിയിടും. കെട്ടിയിട്ട ശേഷം ഇതിനിടയിൽ തന്നെ കേസെല്ലാം തെളിയുന്നു. മധുവിൻ്റെ ഭാര്യയാണ് മരിച്ചത് എന്ന് പോലീസുകാർ കണ്ടെത്തുന്നു. സുധിയും മധുവിൻ്റെ ഭാര്യയും തമ്മിലുള്ള വാട്സപ്പ് കോണ്ടാക്റ്റും അതുപോലെ വോയിസ് നോട്ടുകളൊക്കെ കേൾക്കുന്നു. അപ്പോൾ കാര്യം പിടികിട്ടുന്നു, മധുവും സുധിയും തമ്മിലുള്ള ഇഷ്യൂ ആണ് ഇത്. മധുവിൻ്റെ ഭാര്യ തെറ്റുകാരിയാണ്, സുധിയാണ് ഇതിലെ കുഴപ്പക്കാരൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇതിനകത്ത് മധു തൻ്റെ ഭാര്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. ഇത് അറിയാമായിട്ടും, തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അറിയാമായിട്ടും സാരമില്ല, തന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യത്തിൽ അവൾ സംതൃപ്തി കണ്ടെത്തുന്നു എന്നുള്ള കാര്യമൊക്കെ അവളോടുള്ള ഒരു സ്നേഹം കൊണ്ട് അയാൾ ക്ഷമിച്ച് വിടുന്നൊക്കെയുണ്ട്. പക്ഷേ വീണ്ടും പറയുകയാണ്, അവളുടെ ശരീരം മാത്രമേ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഭയങ്കര പൊളിറ്റിക്കലായിട്ട് ഇതിൽ പറയുന്നൊക്കെയുണ്ട്. ഇങ്ങനെ സുധിയെ കൊണ്ട് കെട്ടിയിടുകയാണ് മധു. അങ്ങനെ കെട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇടിമിന്നൽ വരും. ഭയങ്കര മഴയാണ്, ശക്തമായ മഴയാണ്. ഈ ശക്തമായ മഴയും ഇടിമിന്നലിലും സുധി മരിക്കുന്നു. സുധി കൊല്ലപ്പെടുന്നു, അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ സുധിയെ കൊന്ന് ആ ഒരു കേസ് അന്വേഷിക്കാനൊക്കെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു റെഫറൻസും അതിനകത്ത് കാണിക്കുന്നുണ്ട്. അയാൾ ഡിവോഴ്സ്ഡ് ആണ്. അപ്പോൾ ഇയാൾ ഫോൺ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടൊക്കെയാണ് പറയുന്നത്. മക്കളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, എനിക്ക് തന്നേരെ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രശ്നം, മധു അനുഭവിക്കുന്ന സങ്കടം എന്താണെന്ന് ആ പോലീസുകാരനറിയാം. അയാൾ മധുവിനെ രക്ഷിക്കുന്നു. ഇവിടെ തെളിവുകളൊന്നും കണ്ടില്ല, സ്വാഭാവികമായിട്ടുള്ള മരണമാണ് സുധിയുടേത് എന്ന് പറഞ്ഞ് ആ കേസ് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ മധു എന്ന കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് സൗബിൻ ഷാഹിറാണ്. അപ്പോൾ ആ ഒരു കഥാപാത്രം അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സ്, അതുപോലത്തെ അയാളുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമുക്ക് തുടക്കം തൊട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അയാൾ ബസ്സിൽ കയറിയിരിക്കുകയും ബസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അയാളൊന്ന് സ്മോക്ക് ചെയ്യുന്നു, പോകുന്ന വഴിക്കെല്ലാം സ്മോക്ക് ചെയ്യുന്നു. റൂമിലെത്തിയതിന് ശേഷവും അയാൾ മദ്യപിക്കുന്നു, സ്മോക്ക് ചെയ്യുന്നു. അപ്പോൾ പക്ഷേ ഒരിക്കൽ പോലും അയാൾ പൂസാവുന്നൊന്നുമില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്മോക്കിങ് ആ ഒരു ശീലം ഇയാൾക്കുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് ഇയാളുടെ കണ്ണിൽ ആദ്യം തന്നെ കാണാൻ സാധിക്കും. ഒരു കൺകുരു വന്നിരിപ്പുണ്ട് അയാൾക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ഡീറ്റെയിൽസൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്. അതുപോലെ തന്നെ സുധി കോപ്പ, ആ സുധി എന്ന പേര് തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സുധി എന്ന കഥാപാത്രത്തിൻ്റെ വേഷമാണെങ്കിൽ പോലും കുറച്ച് മ്ലേച്ഛനായിട്ടുള്ള, അപ്പോൾ അയാൾക്ക് എന്തൊക്കെ കാണിച്ചാലും കുറച്ച് സുഖം അനുഭവിക്കുക, അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്ന മറ്റൊരാളെക്കുറിച്ച് ഒരു ബോധേഡല്ലാത്ത ഒരു കഥാപാത്രമാണ് സുധി കോപ്പ ഇതിൽ സുധി എന്ന ക്യാരക്ടറിലൂടെ ചെയ്തിരിക്കുന്നത്. ഷാഹി കബീറാണ് ഇലവീഴ പൂഞ്ചിറയുടെ സംവിധായകൻ. ഇദ്ദേഹം റിയൽ ലൈഫിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഒരു ക്രൈം, ആ ഒരു സംഗതിയുടെ ഒരു ഡീറ്റെയിലിങ് ഭയങ്കര ഭംഗിയായിട്ടാണ് അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്നത്. ഇതിൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പോലീസുകാരുടെ ഒരു ജീവിതം എങ്ങനെയാണ്, ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് പോലീസുകാരുടെ ഒരു ലൈഫ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അദ്ദേഹം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. കുറച്ച് ചെറിയ എക്സാമ്പിളുകളൊക്കെ പറയുകയാണെങ്കിൽ ഇതിൽ അവർ വെള്ളം ചോദിക്കുന്നൊരു സീനുണ്ട്. ഇതിൽ ഒരു പോലീസുകാരൻ കടന്നു വരുമ്പോൾ ഒരു വെള്ളം ചോദിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ മുക്കിയെടുത്ത് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം കൺജസ്റ്റഡ് ആയിട്ടാണ് അവർ താമസിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. പിന്നെ മറ്റൊന്ന്, പോലീസുകാർ ദൂരെ നിന്ന് വരുമ്പോഴേ ഇവർ യൂണിഫോം എടുത്തിടുന്നു, ഓടിപ്പോയിട്ട് ഷേവ് ചെയ്യുന്നു. ഇതൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു പോലീസുകാരുടെയൊക്കെ ഡീറ്റെയിലിംഗ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ പോലീസുകാരുടെ ഒരു ജീവിതം ഭയങ്കരമായിട്ട് അങ്ങ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ള മീശ പിരിച്ച് വരുന്ന ഒരു പോലീസുകാരനേക്കാൾ അപ്പുറം എന്താണ് എക്സാക്റ്റ് പോലീസുകാരുടെ ലൈഫ്, അല്ലെങ്കിൽ അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. കാരണം അതിൽ ഓരോ പോലീസുകാരനും, അപ്പോൾ അതിലെ ആ മെയിനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വൈഫ് ഒരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയതുകൊണ്ട് അയാൾക്ക് ഡ്രൈവറെ കണ്ടുകൂടാ. അപ്പോൾ അയാൾ അനുഭവിക്കുന്ന ഒരു മാനസിക പ്രശ്നമാണ് അവിടെ കാണിച്ചു തരുന്നത്. മറ്റൊന്ന്, ഇതിൽ മധുവിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും
സാധാരണ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമ്പോഴുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ഡെഡ് ബോഡിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അതിൽ ആ ഒരു ഡെഡ് ബോഡി കിടക്കുന്ന ആ ഒരു ഡീറ്റെയിലിങ്, മൂത്രം ഒഴിച്ച് കിടക്കുന്ന ഒരു കാല്, അതുപോലെ കാലെങ്ങനെ നിൽക്കുന്നു, അതുപോലെ കൈ എങ്ങനെ ഇരിക്കും, തൂങ്ങി മരിച്ചു കഴിയുമ്പോഴുള്ള ആ ഒരു പോസ്ചർ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഷാഹി കബീർ എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആ ഒരു നമ്മുടെ ഒരു എക്സ്പീരിയൻസും ആ ഒരു ഒബ്സർവേഷനും കൂടെ ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഷാജി മാരാട്, നിതീഷ് ജി എന്നിവർ ചേർന്നാണ് ഈ ഒരു സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും റിയൽ ലൈഫിൽ പോലീസുകാരാണ്. അപ്പോൾ പോലീസുകാരുടെ ഒരു ലൈഫ് എങ്ങനെയാണ് എന്നുള്ളത് ഇവർ ഇളവിഴ പൂഞ്ചിറയിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് അവിടുത്തെ ലൈഫ് എങ്ങനെയാണെന്നുള്ളതും കൂടെ ചേർത്ത് വെച്ച് അതിൽ കുറച്ച് ഭാവനയും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ സിനിമ രചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഷേവ് ചെയ്യുന്ന കാര്യം, അതുപോലെ അവർ യൂണിഫോം ഇല്ലാതെ നടക്കുന്ന ഒരു സമയമൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് അവരൊന്ന് ഒബ്സർവ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രചന നിർവഹിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലൈഫ്, അല്ലെങ്കിൽ നമ്മൾ പുറമേ നിന്ന് കാണുന്ന ഒരു പോലീസുകാർ അവർ ഇത്ര ഉത്തരവാദിത്തമുള്ള ആൾക്കാരൊക്കെയാണ് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം നമ്മുടെ ഇടയിൽ നിന്നും ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് അവരും യഥാർത്ഥത്തിൽ മാനുഷിക ഭാവങ്ങളുള്ള ആളുകളാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ളൊരു രചന ഈ സിനിമയ്ക്ക് ഉണ്ട്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് മനീഷ് മാധവനാണ്. അപ്പോൾ ഈ ഒരു സിനിമ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിനകത്ത് എത്രമാത്രം റിസ്ക് എടുത്തിട്ടാണ് അവരത് ഓരോ ഷോട്ടുകളും നമുക്ക് മുന്നിൽ കാണിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകും. കാരണം പല രീതിയിലുള്ള ക്ലൈമറ്റാണ് അവിടെ ഉള്ളത്. ഇപ്പം ലൈറ്റ് പെട്ടെന്ന് വരികയും പോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ഷോട്ട് പെട്ടെന്ന് എടുത്ത് തീർക്കുക എന്നുള്ളത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ടൈം പീരീഡിൽ അവർ നമുക്ക് എടുത്ത് കാണിച്ചിരിക്കുന്നു എന്നുള്ളത് ഭയങ്കര പ്രത്യേകതയുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് വെയിൽ വരികയും അതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം പെട്ടെന്ന് മഞ്ഞ് വരികയും ഒക്കെ ചെയ്യുമ്പോഴേക്കും ലൈറ്റിൻ്റെ വേരിയേഷൻസ് ഒരുപാട് വരാറുണ്ട്. ഇതൊന്നും തന്നെ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ അവിടുത്തെ ആ ഒരു രീതി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾക്ക് വളരെ ഭംഗിയിൽ ഇദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് കിരൺ ദാസ് ആണ്. ഈ സിനിമയിൽ ആകെ 2 കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ 2 കഥാപാത്രങ്ങളുടെ ഓരോ കാര്യങ്ങൾ, അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ, അതുകൂടാതെ അവരുടെ ആ ഒരു നേച്ചർ എങ്ങനെയാണെന്നുള്ളത്, അവരുടെ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അതുപോലെ തന്നെ അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തെ പ്രകൃതിയുടെ മാറ്റം, അതുപോലെ അതിൻ്റെ പ്രകൃതിക്ക് ഉണ്ടാകുന്ന ഓരോ ഭാവങ്ങൾ, മഴ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര അടുക്കി വെച്ചിട്ടുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അതിനകത്തൊട്ടും തന്നെ മറ്റൊരു രീതിയിലുള്ള ഒരു വിയേർഡ്നെസ് നമുക്ക് തോന്നത്തില്ല. കാരണം ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരം ഒരു വലിയ സംഭവം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു, നമുക്ക് അത്ര ആ ഒരു ഫീലിംഗ് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു എഡിറ്റിങ് നിർവഹിച്ചിരിക്കുന്നത് തന്നെ. ഈ സിനിമയുടെ സിംഗ് സൗണ്ട് സാനുവും സൗണ്ട് ഡിസൈന് അജയൻ അഡാട്ടുമാണ്. ഇതിനകത്ത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സൗണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു സൗണ്ട് സ്കേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റാണ്. കാറ്റ് വീശുന്നത്, അതുപോലെ ഇടിമിന്നൽ, മഴ, അതുപോലെ ഈ താഴേന്ന് മുകളിലേക്ക് ഒരു ബൊലേറോ ജീപ്പ് കയറി വരുന്നതിൻ്റെ ഡിഫറൻസ്, ആ ഒരു സൗണ്ട് വേരിയേഷന്, അവർ കേൾക്കുന്നത് എങ്ങനെയാണ്, മലമുകളിലിരിക്കുന്ന ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ താഴേന്ന് വരുന്ന വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ ഭയങ്കര പെർഫെക്റ്റായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ സിനിമയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് മറ്റൊന്ന് പറയുന്നത് അവർ സംസാരിക്കുമ്പോഴുള്ള അവരുടെ ആ ഒരു രീതി, അവരൊരുപാട് സൗണ്ട് എടുത്ത് സംസാരിക്കുന്നില്ല. മാത്രമല്ല ഇവർ വർക്ക് ചെയ്യുന്നത് ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിലിരുന്നാണല്ലോ. അപ്പം അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പം എവിടേക്കോ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ കേട്ടോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവരുടെ ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ അവർ കുക്ക് ചെയ്യുമ്പോൾ ഉള്ള സൗണ്ട്, അതുപോലെ സംസാരിക്കുമ്പോൾ ഉള്ള സൗണ്ട്, അപ്പോൾ ഈ സ്മോക്ക് ചെയ്യുമ്പം അധികം സൗണ്ട് വരില്ല, പക്ഷേ ആ ഒരു ബ്രീത്ത് എടുക്കുന്നത്, ഇതൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഈ സിനിമയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ കഥാപാത്രങ്ങൾ 2 പേരും വർക്ക് ചെയ്യുന്നത് ഒരു
വയർലെസ് കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഇടയ്ക്കാണല്ലോ. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ കേൾക്കുന്നത് മുഴുവൻ പലയിടത്തും നടക്കുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻസുകൾ, പല ഡീറ്റെയിൽസുകൾ, കേസിൻ്റെ അന്വേഷണങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരിതെല്ലാം ശ്രദ്ധിക്കുന്നുമുണ്ട്, പ്ലസ് അവരുടെ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിങ്ക് ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പം ഇവർ ചെയ്യുന്ന ജോലിയുടെയും അതുപോലെ ഇവർ നോക്കുന്ന ആളുകൾ, ഇപ്പോൾ അതിനകത്ത് ഈ 2-3 പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഇതിനിടയിൽ കൂടെ നടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പം ഭയങ്കരമായിട്ടങ്ങ് ഒരു വേരിയേഷൻ. അപ്പോൾ ഈ പട്ടി കരയുന്നത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ്റെ സൗണ്ട്, അതിനിടയ്ക്ക് ഇവർ ഈ സ്മോക്ക് ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റർ കത്തിക്കുന്നത് പോലെ, ചീട്ട് കളിക്കുമ്പോൾ ആ ചീട്ടിൻ്റെ സൗണ്ട്, മദ്യപിക്കുമ്പോഴുള്ള ആ ഒരു ഡ്രിങ്ക്സ് ഒഴിക്കുമ്പോഴത്തെ സൗണ്ട്, ഇതൊക്കെ ഭയങ്കര ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഇലവീഴ പൂഞ്ചിറ. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിൽ ജോൺസൺ ആണ്. അപ്പം ഇതിനകത്ത് ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരു മ്യൂസിക് നമുക്ക് അറിയാൻ സാധിക്കും. അവരുടെ ആ ഒരു ഫീൽ, അവരുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഫോർമേഷൻ, അവർ അനുഭവിച്ച പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഈ ഒരു മ്യൂസിക്കിലൂടെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. മ്യൂസിക്കിൻ്റെ ഭാഗത്തു നിന്നും ഈ സിനിമ കുറച്ചുകൂടെ ഒരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. കാരണം ആ ഒരു പ്രത്യേക ക്യാരക്ടേഴ്സ് എങ്ങനെ അവരുടെ ആ ഒരു മാനസിക അവസ്ഥ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലം ഒരു ടൂറിസ്റ്റ് സ്പോട്ടല്ല, പക്ഷേ നമ്മുടെ സഞ്ചാരികളായിട്ടുള്ള ആളുകളെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം അതിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗിയും അവിടുത്തെ ഒരു ക്ലൈമറ്റും ഒക്കെ തന്നെയാണ് അതിന് കാരണം. അത് കൂടാതെ അവിടെ മറ്റൊരു കാര്യം ഈ സിനിമയിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ ഭീകരത അവിടെയാണ് നിലനിൽക്കുന്നത് പോലും. ഇലവീഴ പൂഞ്ചിറ എന്ന സ്ഥലവും ഈ സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു സ്ഥലത്ത് എങ്ങനെയാണോ പ്രകൃതി മാറുന്നത് അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഒരു സ്വഭാവവും മാറുന്നു. മനുഷ്യൻ്റെ ജീവിതശൈലിയും അത്തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥയും മനുഷ്യനുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു റെഫറൻസ് ടൈപ്പ് ഓഫ് മൂവി കൂടിയാണ് ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമ. നമ്മൾക്കെപ്പോഴും ഒരു നമ്മുടെ എതിരെ നിൽക്കുന്ന ആളുടെ ഒരു ഫീൽ എങ്ങനെയാണ്, അവരുടെ ജീവിതം എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടി മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ ബാധിക്കും എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു സിനിമ ചെയ്യുന്നത്. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. ബൈ.